PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് കിട്ടിയതിന് ജോലിയില്ല. പിൻവാതിലൂടെ നിയമിച്ച മുഴുവൻ ആളുകളെ സ്ഥിരപ്പെടുത്താൻ പോവാണ്. രമാദേവി വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന സുപ്രധാനമായൊരു വിധിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ താൽക്കാലിക ജീവനക്കാരെ ഒരിക്കലും സ്ഥിരപ്പെടുത്താൻ കഴിയുന്നതല്ല. സംവരണ തത്വങ്ങൾ പാലിക്കാതെ ഇഷ്ടക്കാരെയും ബന്ധുക്കളെയും താൽക്കാലിക ജീവനക്കാരായി ജോലിക്ക് കയറ്റിയിട്ട് ഇപ്പം അവരെ 10 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്ഥിരപ്പെടുത്തുന്നത് സംവരണ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ജനവിഭാഗങ്ങളോടുള്ള വലിയ തോതിലുള്ള അതിക്രമമാണ്. PSC റാങ്ക് ലിസ്റ്റിൽ വന്ന പേര് വന്ന് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇത് അവസാനിപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവൻ നിയമസഭയോട് കളവ് പറഞ്ഞിരിക്കുകയാണ്. ആ കളവ് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സ്പീക്കർക്ക് പ്രിവിലേജ് നോട്ടീസ് ഇന്നലെ നൽകിയിട്ടുള്ളത്. ഇത് സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും ടെൻഡർ വിളിച്ചില്ലായിരുന്നല്ലോ. ആഗോള സംഗമത്തിന് വേണ്ടി ഊരാളുങ്കലിന്റെ സബ്സിഡിയറി കമ്പനിയെ ചുമതലപ്പെടുത്തി ടെൻഡർ വിളിച്ചില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ 7 കോടി രൂപ എങ്ങനെ ചെലവായി, എത്രയാൾ പങ്കെടുത്തു, അവിടെ ഒരുക്കിയ ഭക്ഷണം മുഴുവൻ അവസാനം കഴിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ വെട്ടിമൂടിയത് സത്യമല്ലേ? സ്പോൺസർമാരെ കിട്ടാതല്ലേ പരിപാടി നടത്തിയത്? ദേവസ്വം ബോർഡ് പണം അഡ്വാൻസ് ചെയ്തില്ലേ? ഇതൊക്കെ സത്യമല്ലേ? ഇന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകളൊക്കെ സത്യമാണ്. ഇത് സത്യമല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മന്ത്രിയാണ് ഇതിന്റെ സംഘാടകൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തോടൊപ്പം നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര സൗകര്യപൂർവ്വമാണ് VN വാസവൻ ഒഴിഞ്ഞു മാറുന്നത്? എനിക്ക് ഉത്തരവാദിത്വമില്ല, ബോർഡാണ്. ഏതായാലും ഇങ്ങനെ ഭക്തജനങ്ങളെ കളിപ്പിക്കരുത്. ഇത് കളിപ്പിക്കാൻ ജനങ്ങൾ അനുവദിക്കുകയുമില്ല.